നല്ല മുടി കൊഴിച്ചിലുണ്ട്. ഒരുപാട് എണ്ണകൾ തേക്കുന്നുണ്ട്, ഒരുപാട് മെഡിസിൻസ് സപ്ലിമെൻറ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് മുടി പഴയ രീതിയിലെത്താത്ത പല ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ കൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി എന്ത് ചെയ്യണം, എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇത് പാരമ്പര്യമാണോ, വേറെ എന്തെങ്കിലും അസുഖമാണോ, എന്ത് ചെയ്യണം, അത് പലതരത്തിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പല ഓയിലുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഉപയോഗിച്ചിട്ട് പോലും റിസൾട്ട് കിട്ടാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ മുടി നന്നായിട്ട് വളരുന്ന ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുടിയുടെ പ്രശ്നങ്ങൾ എന്താണ്, സൊല്യൂഷൻ എന്ത് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. എന്തുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ സംഭവിക്കുന്നു, എന്തൊക്കെ അതിന് കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. മുടി കൊഴിയുക എന്ന് പറഞ്ഞാൽ നാച്ചുറലി പ്രകൃതിയാലുള്ളൊരു പ്രോസസ്സാണ്. അത് നോർമലി ഒരു 100 ഒക്കെ എന്ത് ചെയ്യും, ഒരു ഹ്യൂമൻ ബീയുടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് കൊഴിയും. അത് വലിയ ഒരു ഇതൊന്നുമില്ല. അത് നോർമലി ഒരു എന്ത് ചെയ്യുന്ന ഷെഡ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ നിന്ന് വീണ്ടും കിളർത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തലയിലൊന്ന് ഇങ്ങനെ തടമ്പോൾ തന്നെ കയ്യിലൊന്നാകും മുടി പോരുക. ചിലപ്പോൾ നമ്മൾ കുളിച്ച് തോർത്തുന്ന സമയത്ത് തോർത്തുമുണ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ നിലത്ത് നിറയെ മുടി കാണപ്പെടുക. അത് കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. ചില ആളുകൾ എന്താ ചെയ്യുന്നത് പറയുന്നത്, നല്ല മുടി ഉണ്ടായിരിക്കും, എന്നിട്ട് എന്ത് ചെയ്തു മുടി കൊഴിച്ചിൽ കൂടി കഴിഞ്ഞാൽ അത് കാണാനുള്ളൊരു ത്രാണി അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യാറ്, മുടി നല്ലാണ്ട് ചെറുതാക്കി കളയും. മുടി മുറിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ ചെറുതാകുന്ന സമയത്ത് എന്തെങ്കിലും കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. അപ്പോൾ ഒരു ആശ്വാസം എന്നുള്ളതാണ്. പക്ഷെ ഇത് ഗ്രാജുവലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മുടി പിന്നെ ഫുള്ള് പോവും. അപ്പോൾ നമുക്കറിയാം പല ആളുകളും കഷണ്ടിയായിട്ട് മാറുന്നുണ്ട്. ചില ആളുകൾക്കും അലോപേഷ്യ പോലെയുള്ള കണ്ടീഷനുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ശ്രദ്ധിക്കാറില്ല, നമ്മൾ അടുത്തുള്ള ആളോട് ചോദിച്ചാൽ ഫ്രണ്ട്സിനോട് ചോദിക്കും, എങ്ങനെ മുടി ശ്രദ്ധിക്കുന്നത്, എനിക്ക് ആദ്യം വന്നിരുന്നല്ലോ, ഇപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തത്, എവിടെ പോയത്, ഏത് ഡോക്ടറെ കണ്ടത്, ഏതൊക്കെ ടെസ്റ്റ് ചെയ്ത്, നമ്മളിത് പലപ്പോഴും ഇങ്ങനെ അന്വേഷിക്കും. ഇനി അതുമല്ലാന്ന് ഇത് ആരോടും പറയേണ്ടത് എന്താ ചെയ്യുക, ഒരു നല്ലൊരു പ്രൊഡക്റ്റ്, ഒരു ഹെയർ ഓയിൽ നമ്മൾ ചൂസ് ചെയ്ത് വാങ്ങും എന്നുള്ളതാണ്. പക്ഷേ ഈ ഹെയർ ഓയിൽ ചില ആളുകൾക്ക് രക്ഷപ്പെടും, ചില ആളുകൾക്ക് രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്ലിമെൻറ്റ് കഴിക്കുന്ന ശീലം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം, എന്താണ് എൻ്റെ മുടി കൊഴിയാൻ കാരണം എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പക്ക അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യൽ ഓക്കെയാണ്, അതിൽ പ്രശ്നമില്ല, നമുക്ക് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം. പക്ഷേ ഇത് റീസൺ കണ്ടെത്തലാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും റിസ്കി ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഏതൊക്കെ റീസണുകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് പാരമ്പര്യത്തിൽ വലിയൊരു ഫാക്ടർ. അതായത് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ സിബ്ലിങ്സിനൊക്കെ തൊട്ടടുത്ത രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് മുടി കൊഴിച്ചിൽ കൂടുതലുണ്ട്, അലോപേഷ്യൊക്കെ കൂടുതലുണ്ടെങ്കിൽ ആ തലമുറകളിൽ എന്ത് ചെയ്യാറുണ്ട്, മുടി കുറയാനുള്ള അല്ലെങ്കിൽ മുടി വളർച്ച കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് ജെനറ്റിക്കലി പാരമ്പര്യമായിട്ട് അങ്ങനെ വരുന്നതാണെന്നുള്ളതാണ്. അത് നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും, കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് ഈ പ്രശ്നം നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഫിസിയോളജിക്ക് നോർമലി ഉണ്ടാകുന്നുള്ളത്, അതായത് മെൻസസിൻ്റെ ടൈം ചിലപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് മുടി കൊഴിയും. അതേപോലെ തന്നെ മെൻസസ് നിൽക്കുന്ന സമയം, മെനോപോസിൻ്റെ ടൈം ഒരു 45-50 വയസ്സാകുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്ത്രീകൾക്ക് കൂടുതലായിട്ട് മുടി കൊഴിയുന്ന അവസ്ഥകളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്, മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെയാണ് തൈറോയ്ഡ് ഹോർമോൺ, ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിൻ്റെ കണ്ടീഷനൊക്കെ, തൈറോയ്ഡ് ഹോർമോണിലൊക്കെ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ ഹെയർ ഓയിൽ തേച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. മെൻസസിൻ്റെ പ്രശ്നം ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില ആളുകൾക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ട് നല്ല ടെൻഷനാണ്, ഭയങ്കര ആങ്സൈറ്റി, ഡിപ്രഷൻ നല്ല ആളുകൾക്ക് എന്ത് ചെയ്യും, മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകൾക്കും നല്ല രീതിയിൽ എന്ത് ചെയ്യും, മുടി കൊഴിച്ചിൽ കണ്ടുവരുന്നത്. കാരണം നമ്മുടെ ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ബോഡി കംപ്ലീറ്റ് പക്ക സ്റ്റേബിളായിരിക്കും, ഒരു പക്ക ഒരു നോർമൽ കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ ഹെൽത്ത്
നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അൺവാണ്ടഡ് സ്ട്രെസ്സുകളും തോട്ട്സുകളും ഫിസിക്കൽ സ്ട്രെസ്സുകളും ഉറക്കമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ്ലി ബോഡി ഇംബാലൻസ് ആവുകയും ഈ പറഞ്ഞതുപോലെ മുടി കൊഴിച്ചിൽ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നതുമാണ്. അതേപോലെ തന്നെയാണ് ചില നറിഷ്മെൻറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടു പോകുന്ന സംഗതിയാണ്. നമ്മൾ ചില വൈറ്റമിൻസിൻ്റെ കുറവ്, എസ്പെഷ്യലി വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ, അതുപോലെ വൈറ്റമിൻ B12 നമ്മുടെ ഈ ഒരു ഹെയർ ഫോളിക്കിൾ ഹെയർ ഗ്രോ ചെയ്യണമെങ്കിലൊക്കെ വൈറ്റമിൻ B12 നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ കുറവുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ വരും, ഹെയർ റൂട്ട് വീക്കായിട്ട് വരുന്ന അവസ്ഥക്ക് വരും. അതേപോലെ അയണിൻ്റെ കുറവുണ്ട്, സിങ്കിൻ്റെ കുറവുണ്ടെങ്കിൽ, ഫെറിറ്റിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ പൊതുവെ ഹീമോഗ്ലോബിൻ രക്തക്കുറവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ മുടി കൊഴിച്ചിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, രക്തം കൂടാനുള്ള മെഡിസിൻ കഴിക്കണം. അതേപോലെ ബയോട്ടിൻ്റെ കുറവുള്ളതുണ്ടെങ്കിൽ, പ്രോട്ടീൻ്റെ അളവ് കുറവുള്ള ആളുകൾക്കൊക്കെ, ഈ ന്യൂട്രീഷ്യൻസിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് പൊതുവേ എന്ത് കണ്ടുവരാറുണ്ട്, മുടി കൊഴിച്ചിൽ പൊതുവേ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടെ തന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്, അതായത് മുടിയുടെ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാകുന്ന കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച് മുടി വാർന്ന് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഒരു പോണിറ്റയിൽ നമ്മൾ എന്ത് ചെയ്യും, മുടി കെട്ടാറുണ്ട് അല്ലേ, അതായത് ഇവിടെയുള്ള മുടി ഇങ്ങനെ ബാക്കിലോട്ട് വലിച്ചിട്ട് റിബണിട്ട് വട്ടിട്ട് കെട്ടുവെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് നല്ല ട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ട് അലോപേഷ്യ ഉണ്ടാക്കും. അതായത് നമ്മളിത് എന്ത് ചെയ്യും, ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇവിടെ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന മുടി എന്ത് ചെയ്യും, ബാക്കിലോട്ട് നല്ല വലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇവിടുത്തെ റൂട്ടിന് എന്ത് ചെയ്യും, ഹെയർ റൂട്ടിന് കംപ്ലൈൻറ്റ് ആവും. ഗ്രാജ്വലി ഇതിങ്ങനെ ശീലമായി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യും, ഈ നെറ്റി ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ പറ്റും. ആദ്യം മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞ് പിന്നെ നെറ്റി ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ പറ്റും. അത് ആക്ച്വലി ട്രാക്ഷൻ റിലേറ്റഡ്, നമ്മുടെ ഒരു ഹെയർ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ, മുടിയൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ മുടി ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഓവർ ഡ്രയർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മുടി പൊട്ടിപ്പോകും, മുടിയുടെ അളവിൽ നല്ല കുറവ് വരും, മുടി കൊഴിച്ചിൽ നല്ല കൂടുതലും, ഹീറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൽ അത് ഡാമേജ് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ എന്താണ് കണ്ടുവരുന്ന സംഗതികളാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില മെഡിക്കൽ കണ്ടീഷൻ, ചില അസുഖങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, മുടി കൊഴിച്ചിൽ കൂടും. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് എടുത്തു പറയാനുള്ളത് ഡാൻഡ്രഫിൻ്റെ കേസുകളാണ്. ഈ സബോറിക് ഡാൻഡ്രൈറ്റിസിൻ്റെ കേസുകളൊക്കെ ഇത് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡാൻഡ്രഫ് ഹീൽ ചെയ്യണം, എങ്കിലും മുടി കൊഴിച്ചിൽ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഡാൻഡ്രഫിന് തന്നെ പലപ്പോഴും രണ്ട് തരത്തിൽ ഡാൻഡ്രഫ് ഉണ്ടാവാറുണ്ട്. ചിലത് പൊടിയായിട്ട് താരന് കാണാൻ പറ്റും അല്ലേ, അതുപോലെ ചിലത് നല്ല പൊറ്റ പോലെ കട്ട പിടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരവസ്ഥ വരുന്ന, ഒന്ന് ഡ്രൈനെസ് കൂടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഡാൻഡ്രഫ് ഉണ്ടാകുന്നതാണ്. മറ്റൊന്ന് ഈ സെബം പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടാകുന്നതാണ് സബോറിക് ഡാൻഡ്രഫ് എന്ന് പറയും. അതേപോലെ തന്നെ ഈ ഒരു ഡാൻഡ്രഫ് കാരണമായിട്ടും ഈ പറഞ്ഞ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ വരുന്നത്. അപ്പോൾ ഡ്രൈ ഉണ്ട്, അതേപോലെ അല്ലെങ്കിൽ ഓയിൽ റിലേറ്റഡ് ആയിട്ടും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ കണ്ടെത്തണം. നമ്മൾ ഡ്രൈ ഉള്ള ആളുകൾ ഇവിടെ കുറേ ഓയിൽ പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓയിൽ റിലേറ്റഡ് ആയിട്ട് എന്തായിരിക്കും, ഡാൻഡ്രഫ് കൂടിയിട്ട് മെലാസിസിയൊക്കെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് നല്ല താരം വന്നതായിരിക്കും. ഇദ്ദേഹം എന്ത് ചെയ്യും, നല്ല ഓയിൽ തലയിലിട്ട് തേച്ച് കഴുകുന്നുണ്ടായിരിക്കും. ബട്ട് ആ ഓയിൽ കാരണം പിന്നെയും ഇത് കൂടാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏതാണ് ഡാൻഡ്രഫ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. അതേപോലെ തൈറോയ്ഡ് പോലെ അസുഖങ്ങളാണ്, ഹൈപ്പോ തൈറോയിഡിൻ്റെ കേസുകളിലും ഈ പറഞ്ഞ മുടി കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അലോപേഷ്യ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, പാരമ്പര്യമായിട്ട് ഉണ്ടാകാറുണ്ട്. അതേപോലെ ആൻഡ്രോജനിക് അലോപേഷ്യ പുരുഷന്മാരിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പ്രോസ്റ്റേറ്റിനും പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ്രോജനിക് അലോപേഷ്യ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ സ്പെസിഫിക് ആയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് മുടി കൊഴിച്ചിലുള്ള ആളുകൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്, എസ്പെഷ്യലി അയണിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ബ്ലഡിൽ അതുപോലെ കാൽസ്യത്തിൻ്റെ ടെസ്റ്റുകൾ, വൈറ്റമിൻ B12 ടെസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ട് മറ്റൊന്ന് മാറുന്നില്ലെങ്കിൽ വൈറ്റമിൻ D ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം വൈറ്റമിൻ D കുറവുള്ള ആളുകൾക്ക് ഡാൻഡ്രഫ് പെട്ടെന്ന് മാറില്ല, ഇമ്മ്യൂണിറ്റി വളരെ വീക്കായിരിക്കും, മുടി കൊഴിച്ചിൽ നല്ലോണം കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കിയതിന് ശേഷം ടെസ്റ്റ് ചെയ്തിട്ട് അത് ഈക്വലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ചുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററും ആൻറ്റിബയോട്ടിക് മറ്റും മെഡിസിനൊക്കെ നമ്മൾ എടുക്കണം. ആ ഇൻഫ്ലമേഷൻ ക്ലിയർ ചെയ്താൽ നമുക്കത്
കംപ്ലീറ്റ് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുടി വളർച്ച നല്ലതുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഗതിയാണ് ഈത്തപ്പഴം നല്ലത് കഴിക്കാൻ പറ്റും, അതുപോലെ അനാറ് കഴിക്കാൻ പറ്റും, അതുപോലെ നെല്ലിക്ക കഴിക്കാം, വൈറ്റമിൻ സി ഉള്ളത്. അതുപോലെ തന്നെയാണ് ഓറഞ്ച് പോലെയുള്ള എന്ത് ചെയ്യുക ഭക്ഷണങ്ങൾ കഴിക്കാനുള്ളത്. അപ്പോൾ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കുറക്കാനും പറ്റും, അതുപോലെ സ്കിന്നും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ അയൺ കൂട്ടാൻ ഈത്തപ്പഴം അതുപോലെ പ്ലംസ് കഴിക്കുന്നത് വളരെ നല്ലത്. അയൺ പെട്ടെന്ന് എന്ത് ചെയ്യും രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ അത് നന്നായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. അതുപോലെ ഒമേഗ 3 ഉൾപ്പെടുത്തണം. ഒമേഗ 3 നമുക്ക് നല്ല മീനുകൾ കഴിക്കാം, എസ്പെഷ്യലി മത്തി പോലെയുള്ളത്, ചൂര പോലെയുള്ളത്, അയല പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യണം മീനെല്ലാം കഴിക്കാം. അതിലൊക്കെ എന്ത് ചെയ്യണം ഒമേഗ 3 അത്യാവശ്യമുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ഈ ഇറിറ്റേഷൻ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല പ്രോപ്പർ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ അത് കഴിക്കുക. അതുപോലെ നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടി കുറഞ്ഞാൽ ഡ്രൈനെസ് നല്ലോണം ബോഡിയിൽ വരും, സ്കിന്നിനും ഹെയറിനൊക്കെ വരും, മുടി പൊട്ടിപ്പോകാനും മുടി കൊടിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദിവസം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ആയിട്ടാണെങ്കിൽ ഇതൊക്കെ അങ്ങനെ കഴിക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെ ഇൻറ്റേർണലായിട്ട് കഴിക്കേണ്ടതുണ്ടെങ്കിൽ അത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നമുക്ക് എന്ന് മാറിക്കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ നോക്കണം. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒരു കെയറിങ് കൊടുക്കൽ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ നല്ലോണം ഹെൽത്തി ആക്കാൻ ചിലപ്പോൾ നല്ലോണം കുളിക്കുന്ന ആളുണ്ടാവും. ഒരിക്കലും ചെയ്യരുത്. ആവശ്യത്തിന് കുളിച്ചാൽ മതി, ആവശ്യത്തിന് തല നനച്ചാൽ മതി, എന്നും കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല നല്ല സോപ്പിട്ട് കഴിക്കുന്ന ശീലം നോ അത് പാടില്ല. സോപ്പ് ഒരിക്കലും തലയിൽ തേക്കരുത്. നിങ്ങൾക്ക് സ്കിന്നിന് പറ്റിയിട്ടുള്ള മുടിക്ക് പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുക, അത് വളരെ നല്ലതാണ്. ഇപ്പോൾ കീറ്റോകോണസോൾ പോലെയുള്ള പല ഷാമ്പുകളുണ്ട് ആൻറ്റി ഫംഗൽ റിലേറ്റഡ്. അപ്പോൾ അതൊക്കെ ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യുക വാങ്ങിക്കെടുക്കുക എന്നുള്ളതാണ്. അത് കണ്ടിന്യൂ എടുക്കാനും പാടില്ല, സ്പെസിഫിക് ടൈമിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ കൂടെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോഴേ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.